ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ഫംഗ്ഷൻ വരാൻ പോവാണ്. അനിയൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുകൂട്ടർ ചെറുക്കൻ വീട്ടിൽ കാണാൻ വരുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ. അപ്പം പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലാണ് കേട്ടോ. അപ്പം അനിയന് മെയിൻ ഹാളിലായിട്ട് ഒരു ചെറിയ വർക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ അനിയൻ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ്. ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു ഐഡിയ. അപ്പോൾ ഞാനിത് അനിയനോട് പറഞ്ഞതേ അവൻ പറഞ്ഞു നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ, നമ്മുടെ വീട്ടിലല്ലേ നമുക്കിതൊക്കെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ പൊക്കത്തിൽ ഈ ടേപ്പ് പല രീതിയിൽ പല ആകൃതിയിൽ ഷേപ്പിലൊക്കെ നമുക്കിത് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഏത് കളറാണോ പെയിൻറ്റ് കൊടുക്കാൻ പോകുന്നത് അത് ഈ ടേപ്പിൻ്റെ മുകളിലൂടെ അടിച്ച് ഫിറ്റിലേക്ക് അടിച്ച് എടുക്കുകയാണ്. പിന്നെ 2-3 കോട്ട് അടിക്കണം കേട്ടോ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടത്തുള്ളൂ. നല്ല ക്ഷമ വേണ്ടൊരു പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ നമുക്കിത് പിടിക്കുകയൊന്നും വേണ്ട, എങ്കിൽ പോലും ലെവലനുസരിച്ച് വേണം. ഇത് ചെരിഞ്ഞൊന്നും പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അവനിതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാനൊന്നും കൂടിയില്ല കേട്ടോ, കാരണം ഇത് ഞാനും കൂടി ഇടപെട്ടാൽ ചിലപ്പോൾ അത് കുളമായി പോകുന്നതുകൊണ്ട് അവൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനതെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു. ഒട്ടിച്ചൊട്ടിച്ച് വന്നപ്പോൾ ടേപ്പ് തീർന്നു പോയി. പിന്നെ ടേപ്പ് മേടിക്കാൻ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെയാണ് കേട്ടോ ഒട്ടിച്ചത്. അങ്ങനെ അതെല്ലാം ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ചെറിയൊരു പാളിച്ച പറ്റി കേട്ടോ. നമ്മുടെ ടേപ്പിന് പശ കൂടുതലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പൊളിച്ചെടുത്തപ്പോൾ അവിടുന്ന് പെയിൻറ്റ് ഇളകി പോന്നു. അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടിക്കാൻ പോകുന്ന പെയിൻറ്റിൻ്റെ ഫസ്റ്റ് കോട്ട് അടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ച് തീർത്തു കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം അടുത്ത് അടിക്കാൻ. അങ്ങനെ സെക്കൻഡ് കോട്ടും അടിച്ചു. ഇനി ഇത് പൊളിക്കാനുള്ള ആകാംക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ പൊളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വിഷമമായി പോയി, കാരണം നമ്മൾ പൊളിച്ചെടുത്ത് ആ ഒരു പോർഷനിൽ തന്നെ നമ്മുടെ പെയിൻറ്റ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം പൊളിച്ചപ്പോൾ ചില സെക്ഷനിൽ മാത്രം പൊളിഞ്ഞു പോയില്ല, ചിലത് നന്നായിട്ട് പൊളിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊന്നും ചെയ്തില്ല, അല്ലെ പിന്നെ കൂടുതൽ പണിക്ക് പോയാൽ കൂടുതൽ വൃത്തികേടാവും. അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ വെച്ചു. അപ്പോൾ നമ്മളെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതായതുകൊണ്ട് ആരും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ലുക്ക് ഇതാണ് കേട്ടോ. അകലെ നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.